അനുസരിച്ച് നമ്മൾ വീഡിയോ എടുക്കത്തുള്ളൂ. ഇതല്ലേ വലുത് വീട്ടിൽ പോകാനുള്ള വഴിയായിരിക്കും കൂടി. ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വീട് മാറുന്നു. ഞാനിപ്പോൾ പാക്കിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം. പാക്കിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം കറൻ്റ്ലി ഉള്ളത് ലണ്ടൻ വെംബ്ലിയിലാണ്. ഇപ്പം നമ്മളുടെ ഇവിടുന്ന് മാറി യൂണിവേഴ്സിറ്റിയുടെ അടുത്തേക്ക് പോവാണ്, ലൂട്ടൺ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളതായിരിക്കും കാണാൻ പോകുന്നത്. നമ്മളെ ഷിഫ്റ്റിങ്ങും ട്രാവലും നമ്മളെ റൂം ടൂറും എല്ലാത്തിനും. ഈ റൂം മാറുവാണ്. അപ്പോൾ ഈ റൂമിൻ്റെ ടൂറ് ഞാൻ കാണിച്ചു തരാം. പിന്നെ അവിടെ എത്തിയിട്ട് അവിടുത്തെ റൂമിൽ ഞാൻ കാണിച്ചു തരാം. ഗൈസ്, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് എൻ്റെ റൂം. അപ്പം ഇവിടെ ഞാൻ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കറൻ്റ്ലി. നമുക്ക് 2 പെട്ടിയാണ് ഞാൻ വന്നപ്പോൾ കൊണ്ടുവന്ന 2 പെട്ടിയാണ്. ഒന്ന് അതാണ്, അതിനകത്ത് ഞാൻ കുറച്ച് സാധനങ്ങൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഞാൻ ഇപ്പോൾ കറൻ്റ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഇവിടെ ഇരിപ്പുണ്ട്, പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വലിയൊരു റൂമല്ല, ചെറിയൊരു റൂമാണ് ഇത്. പിന്നെ എൻ്റെ റൂംമേറ്റിൻ്റെ സാധനങ്ങളാണ് ഇതെല്ലാം. ജോലിക്ക് മേടിക്കുക ഇപ്പോൾ ഇവിടെ ഇല്ല. അപ്പോൾ ഇത് റൂംമേറ്റിൻ്റെ സാധനങ്ങൾ. ഇതെനിക്ക് കച്ചറയിൽ നിന്ന് കിട്ടിയാണ് 2 തലേണി കിട്ടിയത്. ഒന്ന് ഇതും ഒന്ന് മേളിലിരിപ്പുണ്ട്. 2 തലേണി എനിക്ക് കിട്ടിയത് ഞാൻ കച്ചറയിൽ നിന്ന് കിട്ടിയത് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. നമുക്കിവിടെ തലേണിയും കാര്യങ്ങളൊക്കെ കുറവാണ്. അപ്പം പിന്നെ ഇത് ഞാൻ ഇവിടെ വന്നിട്ട് മേടിച്ചത്. പിന്നെ റൂമൊക്കെ ഇത്രയേ ഉള്ളൂ. പുറത്ത് നല്ല കുറച്ച് വ്യൂസൊക്കെ നമുക്ക് കാണാൻ പറ്റും. കുറച്ച് അവിടെ സ്റ്റേഡിയം ഉണ്ട്, വെംബ്ലി സ്റ്റേഡിയം. അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതാണ് നമ്മളെ റൂം. ഇവിടെ നമ്മൾ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം കറൻ്റ് ആരുമില്ല. ഇവിടെ വേറൊരു റൂമുണ്ട്. ഇത് വേറൊരു റൂമാണ്, ഇതും വേറൊരു റൂമാണ്. താഴോട്ട് സ്റ്റെപ്പുണ്ട്. താഴോട്ടത്തേക്ക് വേറെ സ്റ്റെപ്പും താഴോട്ട് ഫുള്ള് റൂം വേറെയാണ്. പിന്നെ നമ്മളെ ബാത്റൂമും പിന്നെ നമ്മുടെ ടോയ്ലറ്റ്. അത്രയൊക്കെ ഉള്ളൂ. കൊച്ചു വീടാണ് നമുക്ക്. ഇത്രയേ ഉള്ളൂ ഈ ഒരു വീടിൻ്റെ റൂം ടൂർ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബാക്ക് ടു പാക്കിങ്. I pretend I'm happy for you when you find some dude to take home, but I won't deny that in the midst of the crowds and the shapes in the clouds, I don't see nobody but you. In my rose-tinted dreams, wrinkled silk on my sheets, I don't see nobody. അപ്പോൾ നമ്മളെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഇനിയും കുറച്ച് സാധനങ്ങളുണ്ട്. എൻ്റെ ലാപ്ടോപ്പും പിന്നെ ഇവിടെ കുറച്ച് കവറും കുറച്ച് ബോട്ടിലും ചെരുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടാണ് മാറുന്നത്. ഞാൻ അടുത്ത മാസം 1-ാം തീയതിയാണ് മാറുന്നത്. ഇന്നിപ്പം ഡേറ്റ് 29 ആയതേ ഉള്ളൂ. ഞാൻ അടുത്ത സാറ്റർഡേ ആണ് മാറുന്നത്, ഈ വരാൻ പോണ സാറ്റർഡേ. അപ്പം ടൈമുണ്ട്, 2 ദിവസമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് സാധനങ്ങൾ ഞാൻ ബാക്കി ചെയ്തത്. എനിക്ക് ക്ലാസ് ഇല്ലായിരുന്നു, യൂണിവേഴ്സിറ്റി ഇല്ലായിരുന്നുകൊണ്ടാണ് ഞാൻ പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത്. പാക്ക് ചെയ്തെല്ലാം ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഇതിനകത്ത് കുറച്ച് സാധനങ്ങൾ ഇരിപ്പുണ്ട്, ഷാമ്പുവും കാര്യങ്ങളും എല്ലാം. അതെല്ലാം ബാഗിനകത്ത്. പിന്നെ ഈ ബാഗിനകത്ത് കുറച്ച് സാധനമുണ്ട് അതിനകത്തുള്ളത്. ബാക്കി ഡ്രസ്സും കാര്യങ്ങളും എല്ലാം അതിനകത്തിപ്പോൾ ഒരു ഡ്രസ്സാണ് എനിക്ക് യൂണിവേഴ്സിറ്റിയിലേക്ക് ഇടാൻ വേണ്ടിയുള്ളത്. പിന്നെ അത് കുറച്ച് മസാലാസ്. ഇത് വെക്കാൻ മറന്നുപോയി, ഇതിന് വെക്കണം. അത് വെക്കണം. പിന്നെ ഇത് ഡ്രസ്സ് കാര്യങ്ങളുണ്ട്, 2-3 ഡ്രസ്സും കാര്യങ്ങളും. ബാക്കിയെല്ലാം ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇതിനകത്ത് പാക്ക് ചെയ്തു. ഇത് 2ഉം ഫില്ലാണ്. ഇനി കൊണ്ട് കിടക്കുന്ന ബ്ലാങ്കറ്റ് നമുക്ക് കംപ്രസ് ചെയ്യണം. അത് ഞാൻ പോകുന്നതിൻ്റെ അന്ന് എടുത്ത് വെക്കും. ബാക്കിയെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി പോകുന്നതിൻ്റെ അന്നാണ്. ഓക്കെ, ബൈ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നാണ് നമ്മൾ മൂവ് ചെയ്യുന്ന ഡേറ്റ്. ഇന്നിപ്പോൾ നവംബർ 1 ആയി. നമ്മളെല്ലാം പാക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. നമുക്കിവിടുന്ന് മൂവ് ചെയ്യണം. ഓക്കെ, ഇപ്പം ടൈം ഉണ്ട് 2:14, നവംബർ 1. ഓക്കെ, അപ്പം നമ്മളെല്ലാം പാക്ക് ചെയ്തു. ഇവിടെ പുതിയ റൂമിലേക്കുള്ള കുറച്ച് ആൾക്കാർ വന്നു. അപ്പോൾ അതൊക്കെ അവരുടെ സാധനങ്ങൾ നമ്മളിവിടെ നിന്നെല്ലാം മൂവ് ചെയ്തു. ഇതെല്ലാം ക്ലീൻ എല്ലാം ചെയ്തു. സാധനങ്ങളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത്രയും പെട്ടിയാണ് നമുക്ക് കൊണ്ടുപോകാനുള്ളത്. ഇനിയിപ്പം
ഇനിയിപ്പോൾ നമുക്ക് പോവാം. ഇനി ഇവിടുന്ന് ഒരു ട്രെയിനിലാണ് പോകേണ്ടുള്ളൂ. എനിക്ക് നല്ല ദൂരമുണ്ട്, 1.5 hour ട്രാവലുണ്ട്. ഇവിടുന്ന് ട്രെയിനിൽ കയറുക, ആദ്യമേ ഒരു ബസ്സുണ്ട്, പിന്നെ റെയിൽവേ സ്റ്റേഷൻ, എന്നിട്ട് നമ്മൾ ട്രെയിനിൽ കയറി ലൂട്ടണിലേക്ക്. ഇപ്പം പാക്കിങ് എല്ലാം കഴിഞ്ഞു, ഇറങ്ങുവാണ് ഗൈസ്. കുറച്ച് നേരത്തേക്ക് നമ്മൾ വീഡിയോ ഒന്നും ഉണ്ടാക്കത്തില്ല. നമ്മൾ ഫ്രീ ആയിട്ട് കൈ രണ്ട് ഫ്രീ ആകുമ്പോഴേ ഉണ്ടാക്കത്തുള്ളൂ. കാരണം രണ്ട് ബാഗ് എടുക്കാനുണ്ട്. രണ്ട് ബാഗ് നമുക്ക് എടുക്കാനുണ്ട്. നമ്മൾ ഫ്രീ ആവുന്നതനുസരിച്ച് നമ്മൾ വീഡിയോ എടുക്കത്തുള്ളൂ. അപ്പം ഇനിയിപ്പോൾ ഹാൻഡ് ഫ്രീ ആകുമ്പോഴത്തേക്ക് അടുത്ത ഷോട്ടാണ്.
ഞാൻ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങി ഇത്രയും മഴയത്ത് ഇവിടെ വരെ 3 പെട്ടിയായിട്ട് വന്ന് ഒരുത്തർ മഴ പെയ്തെന്ന് പറഞ്ഞ് തിരിച്ച് കോട്ടെടുക്കാൻ വേണ്ടി പോയിട്ട് വരുവാ. എന്റെ തപ്പി വരുവാ അവിടുന്ന്. ഇവരെ ഓടി വാടാ, വീട്ടിൽ പോകാനുള്ള വഴി അറിഞ്ഞൂടെ? നിന്നെ വിശ്വസിച്ചാണ് ഞാൻ നടക്കുന്നത്. ന്യൂട്ടൺ എയർപോർട്ടിൽ ചെന്നാൽ ഇപ്പൊ വീട്ടിലേക്കുള്ള ഫ്ലൈറ്റ് കയറായിരുന്നു. ഞാൻ എന്റെ അടുത്ത് ഗൂഗിൾ മാപ്പ് പോലെ എയർപോർട്ട് എത്തി ഇറങ്ങിക്കോളാനാണ്. ന്യൂട്ടൺ എയർപോർട്ട് എത്തി നോക്കട്ടെ ഇറങ്ങിക്കോളാൻ. ഗൂഗിൾ മാപ്പിന് വരെ മതിയാന്ന് തോന്നുന്നു. വീട്ടിൽ പറഞ്ഞതാ നോക്കുക. ഐശ്വര്യമായിട്ട് ഇതെല്ലാം കൊണ്ടെടുത്ത് അകത്തോട്ടെ. ഐശ്വര്യമായിട്ട് എല്ലാം എടുത്തോ. വലത്തുകാലം വെച്ചും കേൾക്കും. എന്നാലും ഒന്നുകൂടെ കയറിക്കും. എന്റെ പറ്റിയല്ലേ വലതുകാലം വെച്ച് ഇതാ. ഇതും കൂടെ ഇടണേ. ഇതുണ്ട് എല്ലായിടത്തും അകത്തോട്ട് വെക്കുക. എന്നിട്ട് നമുക്ക് എടുത്ത് വെക്കാം. വെച്ചോ. ഇതും കൂടി പിടി. സ്ഥലം തന്നെ വലതുകാലം വെച്ചും കൂടെ കത്ത്. ഇതല്ലേ വലുത്. കേൾക്കാൻ അപ്പൊ നമുക്ക് റൂമിലെത്തിയിട്ടുണ്ട്. വലിയ സുഖമൊന്നുമില്ല. ഇത് റൂംമേറ്റ് ഇവിടുത്തെ ഇവനാണെന്നെ പറ്റിച്ചത് തന്നെ. പിന്നെ ഇനിയിപ്പോൾ റൂമിലെത്തി. ഇനിയിപ്പം സാധനങ്ങളൊക്കെ ഉണ്ട്. എല്ലാം അൺബോക്സ് ചെയ്യണം. സെറ്റപ്പ് ചെയ്തിട്ട് കടന്നൊന്ന് സുഖമായിട്ട് ഉറങ്ങണം. ശരി എന്നാ, ഓക്കെ ബൈ.